അധിഷ്ഠിത ഗവേഷണ സംവിധാനത്തിന് മലയാളി വിദ്യാർത്ഥിക്ക് അന്താരാഷ്ട്ര പുരസ്കാരം. കരുനാഗപ്പള്ളി IHRD എഞ്ചിനീയറിംഗ് കോളേജിലെ ബിടെക് വിദ്യാർത്ഥി അഭിമന്യുവിനാണ് പുരസ്കാരം. ആമസോൺ വെബ് സർവീസ് സംഘടിപ്പിച്ച മത്സരത്തിൽ നൂതന ആശയ പുരസ്കാര വിഭാഗത്തിലാണ് സമ്മാനം. 115 രാജ്യങ്ങളിൽ നിന്നും മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു. എൻ്റെ പ്രൊജക്റ്റിൻ്റെ പേര് അനുകൃതി എന്നാണ്. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 5-6 മാസം മുമ്പാണ്. പണ്ട് മുതലേ ഈ ജെനറ്റിക്സ്, സ്പേസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് ഞാൻ. കരുനാഗപ്പള്ളി IHRD എഞ്ചിനീയറിംഗ് കോളേജിലെ ഫൈനൽ ഇയർ കമ്പ്യൂട്ടർ സയൻസ് ബിടെക് വിദ്യാർത്ഥി അഭിമന്യു RB ആണ് ആമസോൺ വെബ് സർവീസസ് സംഘടിപ്പിച്ച AWS 10,000 AI ഐഡിയാസ് മത്സരത്തിൽ നൂതന ആശയ പുരസ്കാര വിഭാഗത്തിൽ സമ്മാനം നേടിയത്. 115ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള എൻട്രികളായിരുന്നു മത്സരത്തിലുണ്ടായിരുന്നത്. വിവിധ ഘട്ടങ്ങളിലായുള്ള കർശനമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കൊടുവിലായിരുന്നു അഭിമന്യു അംഗീകാരം നേടിയത്. അഭിമന്യു വികസിപ്പിച്ച അനുകൃതി എന്ന AI അധിഷ്ഠിത ഗവേഷണ സംവിധാനത്തിനാണ് അംഗീകാരം. വിവിധ ജനവിഭാഗങ്ങളുള്ള ആളുകളിൽ മരുന്നുകൾ എങ്ങനെ വ്യത്യസ്തമായി പ്രതികരിക്കുമെന്ന് പഠിക്കാനും ജനിതക വിവരങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉപയോഗിച്ച് മരുന്നുകളുടെ സുരക്ഷ മുൻകൂട്ടി വിലയിരുത്താനും സഹായിക്കുന്ന സംവിധാനമാണിത്. ജസ്റ്റ് അങ്ങനെ കുറച്ച് റിസർച്ച് ചെയ്ത് കിട്ടിയ ഫൈൻഡിങ്സിൽ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്തിരിക്കുമായിരുന്നു അനുകൃതിയെ പറ്റിയിട്ട്. അപ്പോൾ ഡിസംബറിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ചുമ്മാ പുതിയ എന്തെങ്കിലും കോമ്പറ്റീഷൻസോ കാര്യങ്ങളോ ഒക്കെ അപ്കമിങ് ആയിട്ട് ഉണ്ടോ എന്ന് നോക്കുന്നവരാണ് AWSൻ്റെ ഈ ഒരു 10,000 ഐഡിയസിൻ്റെ പ്രോഗ്രാമിലോട്ടുള്ള ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആണെന്ന് അറിഞ്ഞത്. അത് നോക്കിയപ്പോൾ ഇപ്പം AI നല്ല ബൂമിങ് ആയതുകൊണ്ട് അതിൽ അത്യാവശ്യം ഇന്നോവേഷൻ ആയിട്ടുള്ള ഐഡിയാസാണ് അവർ എടുക്കുന്നത്. അപ്പോൾ പേര് പറയുന്നത് തന്നെ 10,000 ഐഡിയാസിന് ഉള്ളിൽ നിന്ന് അവർ ഒരു 1,000 ആൾക്കാരെ സെലക്ട് ചെയ്ത് അങ്ങനെ സപ്പോർട്ട് കൊടുത്ത് അങ്ങനെ ഫൈനൽ ഒരു പ്രോഡക്റ്റായിട്ട് മോൾഡ് ചെയ്തെടുക്കുന്നതാണ് പ്രോഗ്രാം. ജസ്റ്റ് ഈ ഒരു ഐഡിയ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ജസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്ത് നോക്കി. പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്തില്ല, കണ്ടിന്യൂ ചെയ്ത് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നു. കോളേജിൽ അപ്പോൾ ഒരു പേപ്പർ പ്രസൻറ്റേഷൻ വരുന്നുണ്ടായിരുന്നു, സമന്വയ എന്നായിരുന്നു പേര്. അതിനു വേണ്ടി ഇത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ചുകൂടെ ഫർദർ ഈ ഐഡിയയിലോട്ട് ഇറങ്ങി റിസർച്ച് ചെയ്തു. മെഡിക്കൽ ഗവേഷണങ്ങളിൽ പരിമിതമായ ജനവിഭാഗങ്ങളുടെ ഡേറ്റ കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നതിനാൽ മറ്റു സമൂഹങ്ങളിലെ ആളുകളിൽ മരുന്നുകളുടെ അപകട സാധ്യതകൾ മുൻകൂട്ടി തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്. അനുകൃതി ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്ന സംവിധാനമാണ്. ശ്രദ്ധേയമായ സാങ്കേതിക നടപ്പാക്കലിനും സൃഷ്ടിപരമായ പ്രശ്ന പരിഹാര കഴിവിനുമാണ് അഭിമന്യുവിനെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. പുരസ്കാരമായി $10,000 പാരിതോഷികവും $1,000 മൂല്യമുള്ള AWS ക്ലൗഡ് സേവന ക്രെഡിറ്റും അഭിമന്യുവിന് ലഭിച്ചു. അഭിമന്യുവിന്റെ നേട്ടം കോളേജിനും അക്കാദമിക് സമൂഹത്തിനും അഭിമാനകരമാണെന്ന് കോളേജ് അധികൃതരും പറഞ്ഞു. ഈ കോളേജിൽ ഞങ്ങൾ എല്ലാവരും തന്നെ വളരെ സന്തോഷത്തിലാണ്. കാരണം നമ്മളുടെ ഒരു സ്റ്റുഡൻറ്റിന് അഭിമന്യുവിന് വേൾഡ് വൈഡ് ആയിട്ട്, അതായത് ഏകദേശം 115ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള സബ്മിഷൻസ് ഉണ്ടായിരുന്ന ഒരു കോമ്പറ്റീഷനാണ് ഈ AWSൻ്റെ 10,000 ഐഡിയാസ് എന്നുള്ള കോമ്പറ്റീഷൻ. അപ്പോൾ അതിൽ നമ്മളുടെ ഒരു കുട്ടി ഒരു ഇന്നൊവേഷൻ കാറ്റഗറിയിൽ, അതായത് ഒരു നൂതന ആശയം അവതരിപ്പിച്ച് ആ ഒരു വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിന് അഭിമന്യു സംസാരിച്ചപ്പോൾ അഭിമന്യുവിന് എന്താണ് അതിൻ്റെ ഒരു പാരിതോഷികമായിട്ട് കിട്ടിയതെന്ന് പറഞ്ഞില്ല. അത് ഏകദേശം ഇന്ത്യൻ മണി 10 lakhs rupees വരുന്നത്. അത് കൂടാതെ തന്നെ 10,000 AWS ക്രെഡിറ്റ്സും അവാർഡായി കിട്ടിയിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ അതൊരു ചെറിയ ഒരു പ്രൈസ് മണി അല്ല. പക്ഷേ പ്രൈസ് മണിയേക്കാൾ ഉപരിയായിട്ട് അഭിമന്യു ചെയ്ത വർക്ക് എന്ന് പറയുന്നത് വളരെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ളൊരു വർക്കാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.